കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന അയൽവാസികൾ വന്നു നോക്കുന്നത്. എന്നാൽ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിരുന്നതിനാൽ ഇവർക്ക് അകത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. കട്ടിലിൽ കിടക്കുന്ന അമ്മയ്ക്ക് അരികിലിരുന്ന് നിർത്താതെ കരയുന്ന കുഞ്ഞിനെയാണ് പോലീസ് അപ്പോൾ കണ്ടത്. കുഞ്ഞപ്പോൾ പോലീസിനോട് പറഞ്ഞത് അമ്മ 3 ദിവസമായി ഉറങ്ങുകയാണ് എന്നാണ്. അച്ഛൻ അപ്പുറത്തെ റൂമിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്നുവെന്നും അവൾ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പോലീസ് പോയി നോക്കുമ്പോഴാണ് പിതാവിനെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൊല്ലം സ്വദേശികളായ ദമ്പതികൾ സൗദി അറേബ്യയിലെ ദമാമിൽ മരണമടഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഭാര്യ രമ്യമോളെ കൊലപ്പെടുത്തിയ ശേഷം അനൂപ് മോഹൻ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് അന്യനാട്ടിൽ തനിച്ചായിപ്പോയ 5 വയസ്സുകാരി ആരാധ്യയുടെ വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തുവരുന്നത്. കുട്ടിപ്പോൾ ലോക കേരള സഭാംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ അജ്മീൻ കരുവയുടെ സംരക്ഷണയിലാണുള്ളത്. തന്റെ മാതാപിതാക്കൾ എന്നേക്കുമായി തന്നിൽ നിന്നും പിരിഞ്ഞുപോയെന്ന കാര്യം അവൾക്ക് ഇതുവരെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കുടുംബകലഹം മൂത്ത് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കുമെല്ലാം നീങ്ങുമ്പോൾ അവർ ആ കുഞ്ഞിനെക്കുറിച്ച് ഒരു നിമിഷം പോലും ഓർത്തില്ല. മറിച്ച് ആ കുഞ്ഞിനെയും കൊന്നു തള്ളാനാണ് അനൂപ് ശ്രമിച്ചത്. പിതാവ് തന്നെയും തലയിണ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ആ 5 വയസ്സുകാരി പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ കുഞ്ഞ് കരഞ്ഞതിനാൽ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം കുഞ്ഞ് ആരാധ്യ തന്നെ കാണാൻ വരുന്നവരോടെല്ലാം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. കളിച്ചും ചിരിച്ചുമെല്ലാം അവൾ ആ വീട്ടിലൂടെ ഇപ്പോഴും ഓടി നടക്കുകയാണ്. ഇത് അവിടേക്കെത്തുന്ന പ്രവാസികളുടെയെല്ലാം നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ്. നാട്ടിൽ നിന്നും ഫോൺ വിളിക്കുന്ന ബന്ധുക്കളോടും അവൾ അവിടെയുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. നാട്ടിലുള്ള ഇവരുടെ ബന്ധുക്കൾ ആശങ്കയുടെയും അതുപോലെ തന്നെ തീരാ നൊമ്പരത്തിന്റെയും ഇടയിലാണ് ഇപ്പോൾ ഉള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൃത്യമായ മരണകാരണം പറയാൻ സാധിക്കൂവെന്നാണ് പോലീസും പറയുന്നത്. മൃതദേഹം ഇതുവരെയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. വർഷങ്ങളായി അനൂപ് മോഹൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യയെയും കുഞ്ഞിനെയും സന്ദർശന വിസയിൽ 5 മാസങ്ങൾക്ക് മുൻപാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അടുത്ത മാസത്തോടുകൂടി ഇവരുടെ വിസ കാലാവധി തീരാനിരുന്നതിനാൽ ഇരുവരും നാട്ടിലേക്ക് പോരാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ദാരുണമായ മരണങ്ങൾ സംഭവിക്കുന്നത്. എന്തായാലും മാതാപിതാക്കൾ പോയതറിയാതെ ഓടി നടക്കുന്ന ആ കുഞ്ഞിന്റെ കാഴ്ച കണ്ണുകൾ ഈറനണിയിക്കുന്ന ഒന്നു തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.